Hello guys, welcome back to another video of the channel Himalayan Drive. After a long time നമ്മൾ റൈഡ് പോവാണ്. ഇന്നത്തെ നമ്മുടെ റൈഡ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലോട്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിരിക്കുന്നു. നമ്മളിപ്പോഴാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ ഓഫ് ടു ആലപ്പുഴ, അവിടെ നേരെ എറണാകുളം, തൃശ്ശൂർ, അവിടെ നേരെ ബന്ദിപ്പൂരാണ് നമ്മുടെ റൂട്ട് പിടിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലൈനപ്സ്. 2 ഹിമാലയനും ഒരു ഡോമിനറും ഉണ്ട്. വീണോ? വണ്ടി വീണില്ല, വണ്ടി കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. എടാ വീണില്ലല്ലോ, വേറെ കുഴപ്പം, വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എടാ ചെറുതായിട്ടൊരു പേടിച്ചത് കാരണം ഉണ്ടല്ലോ, ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുന്ന കറക്റ്റ് ആ ഗ്യാപ്പിൽ ഇപ്പുറത്തൊരു ബസ്സുണ്ട്. ബസ്സിന് ഞാൻ നോക്കിയ ബസ്സിനെ ഫ്രണ്ടിൽ പോയി, അത് മാത്രം പേടി ഗ്യാപ്പ് ഉണ്ടാകും. ഞാൻ വല്ല വണ്ടി വിട്ടിട്ട് തന്നെ പോയനെ, വണ്ടി വിടാതെ ഇരിക്കാൻ നോക്കണം. പക്ഷേ ഗ്യാപ്പ് അപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ഒരു 3.5 മണിക്കൂർ റൈഡിന് ശേഷം നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ ഒരു 6 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഫ്രം കഴക്കൂട്ടം. ഇപ്പോൾ ഒരു 9:30 ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പോഴത്തേന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ട് നമുക്ക് ഇനിയും ബാക്കി ജേർണി കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ ആക്ച്വലി. ഇനി ഇവിടെ നേരെ എറണാകുളം, തൃശ്ശൂർ, അവിടെ നേരെ ബന്ദിപ്പൂർക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാത്രിയിലാണ് റൈഡ് ചെയ്യുന്നത്. രാത്രി റൈഡ് ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് 7 ആകുമ്പോൾ രാവിലെ അവിടെ എത്താനുള്ള പ്ലാനാണ് ബന്ദിപ്പൂർ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ടത് കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയമുണ്ട്, നിങ്ങൾ ഹിമാലയൻ ഡ്രൈവ് ആണല്ലോ, എന്നിട്ട് ഒരു ഹിമാലയൻ ഇവിടെ എബിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് വരാൻ പറ്റിയില്ല. അപ്പം നാളെ അവന് കുറച്ച് ഓഫീസ് വർക്ക് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. ആ ബൈ വാ പോവാണേ, പോയിട്ട് വരാം. ബൈ അമ്മ, പോയിട്ട് വരാം. ഹെൽമെറ്റിലും ബൈ. അങ്ങനെ നമ്മുടെ ബോണി മോനും റോബിനും ജോയിൻ ചെയ്തിരിക്കുകയാണ് വിത്ത് ദ റോക്കറ്റ്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയാണ്. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് വെളുപ്പിനെ. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 150 കിലോമീറ്റേഴ്സ് ക്രോസ് ചെയ്തു. ഇനി ഒരു 120 കിലോമീറ്റേഴ്സ് ഉണ്ട് ബന്ദിപ്പൂരിലേക്ക്. നമ്മളൊരു ടീ ബ്രേക്ക് എടുക്കാൻ നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും കോഫി ടീ ഒക്കെ കുടിച്ചിട്ടിരിക്കുന്നു. ഇതാണ് കണ്ണൂരപ്പം. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. സമയമില്ല, അവിടെ 7 മണി കഴിയുമ്പോഴത്തേന് എത്തണം, അതല്ലേ ഈ കിടന്ന്. ഒരു കിടിലൻ റൈഡിന് ശേഷം നമ്മൾ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏകദേശം കൊച്ചിയിൽ നിന്നൊരു 225 കിലോമീറ്റർ ഉണ്ട് നാടുകാണിയിലേക്ക്. കിടിലൻ സ്ഥലമാണ്, ഒരു കേരള തമിഴ്നാട് ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം.
നമുക്ക് ഇതിലെ റൂട്ടാണ് ഇങ്ങോട്ടുള്ള. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഏകദേശം ടെമ്പറേച്ചർ എനിക്ക് തോന്നുന്നൊരു 15-14 ആവും ഇവിടുത്തെ ടെമ്പറേച്ചർ. നമ്മൾ മധുമലൈ ടൈഗർ റിസർവിൽ എത്തിയിരിക്കുകയാണ്. Spreading all around my room, my world's so bright, it's hard to breathe, but that's alright. Hush. Take my eyes open to force reality. Why can't you just let me eat my weight in glee? അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. 5 മിനിറ്റ് ആയുള്ളൂ വന്നിട്ട്. ടൈം ഏകദേശം ഒരു 8 മണിയോളം അടുത്തിരിക്കുന്നു. ഞങ്ങളിനി ഫോറസ്റ്റ് സഫാരി തപ്പി പോവാണ്. ഇവിടുന്ന് ഫോറസ്റ്റ് സഫാരി ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കുറച്ച് ആനകളെ കണ്ടു, പിന്നെ മയിലിനെ കണ്ടു, പിന്നെ കുറച്ച് പുള്ളിമാനുകളെ കണ്ടു. ഇത്രേ കണ്ടുള്ളൂ. കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപാട് മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഓഫീസ്. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പം ഇവർ ടിക്കറ്റ്സിൻ്റെ റേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ബസ്സുണ്ട്, ജിപ്സി ഉണ്ട്. ബസ്സാണെങ്കിൽ 20 പേര് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ എടുക്കുകയുള്ളൂ. അപ്പോൾ 20 പേർക്കുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 20 പേർക്ക് ഏകദേശം ഒരാൾക്ക് 340 രൂപയാണ് ഇവർ പറയുന്നത്. 20 പേര് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബസ് എടുക്കുകയുള്ളൂ. ബസ് അല്ലാതെ ഉള്ള ഓപ്ഷനാണ് ജിപ്സി. ജിപ്സിക്ക് ആകുമ്പോഴത്തേനും ഒരാൾക്ക് 900 റുപ്പീസ് വരും. അപ്പോൾ ഇവർ 5 പേരെ മാത്രമല്ല ഒഴിയത്തുള്ളൂ. അപ്പം 4500 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജിപ്സി എടുക്കാൻ പറ്റുള്ളൂ. മിനിമം 5 പേര് വേണം. ഒരാൾക്ക് 900 റുപ്പീസ് ആവും. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുവാണ് ആക്ച്വലി ഏതെടുക്കണമെന്ന്. ഇതാണ് നമുക്കിവിടുത്തെ ടോട്ടൽ ബില്ലായത്. ഏകദേശം 4850 രൂപയായി. ജിപ്സിക്ക് മാത്രം 4000 രൂപ, പിന്നെ ഒരാൾക്ക് 200 രൂപ വെച്ച്, പിന്നെ അഡ്മിഷൻ ഫീ വേറെ 130 രൂപ. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ബിൽ ജിപ്സിക്ക് വേണ്ടിയുള്ളത്. 5 പേർക്ക് വേണ്ടിയുള്ള റേറ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിപ്സി ഫോറസ്റ്റ് സഫാരിക്ക് കൊണ്ടുവന്ന് ഗവൺമെൻറ് ഓഫ് തമിഴ്നാടുവിൻ്റെയാണ്. നമ്മുടെ ജിപ്സി യാത്ര ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്നാ? ശശികുമാർ. ശശികുമാർ. ചേട്ടാ ഏതാവത് ആന, പുലി, കടുവ, സിംഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെ കാണിക്കണം കേട്ടോ. എന്ത് റിസ്ക് എടുക്കാനും ഞങ്ങൾ റെഡിയാ, അല്ലേ ബോയ്സ്?
13 കിലോമീറ്റർ ഉണ്ടോ ഇനി ബന്ദിപ്പൂർക്ക് ഇവിടുന്ന്? അവിടെ എന്താ ഉള്ളത് ചേട്ടാ സ്പെഷ്യലായിട്ട്? ഇത് സഫാരി തന്നെ അവിടെ അല്ലേ? അവിടെ കുറച്ചുകൂടെ ആനിമൽസ് ഉണ്ടോ അതോ സെയിം തന്നെയാണോ? സെയിം തന്നെ. പുള്ളിമാൻ. ഇവിടെ നിന്നാണ് നമ്മുടെ കാട്ടിലോട്ടുള്ള എൻട്രി. വീണ്ടും കുറച്ച് മാനുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂക്ഷ്മമായി നോക്കുകയാണ്. പോസ് ചെയ്യാട്ടോ, പിക്ചർ അടിച്ചോ. നമ്മളിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനൊരു കോള് വന്നു, ഇവിടെ ടൈഗറിനെ കണ്ടിട്ടുണ്ടത്. കാണാൻ പറ്റുമെന്നറിയില്ല. ചേട്ടൻ 100-110 കത്തിക്കുകയോ കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തിരിച്ചെത്തി, വേറെ ഒരു റൂട്ട് എടുത്തു. പുലിയെ കാണാനുള്ള യാത്രയിലാണ്. ടൈഗറിനെ കാണാൻ പോയപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നതാണ് ബൈസൺ. ഇത് എത്ര കിലോ ഉണ്ടാവും ചേട്ടാ? ഫോണെ സൂം ചെയ്തിട്ട് അവിടെ പുലി കിടപ്പുണ്ട്. കുറച്ച് ദൂരത്താണ്. സൂം ചെയ്ത് കാണിച്ച് അവിടെ കിടക്കുവാണ്. സംസാരിക്കാൻ പാടില്ല എന്നാ പറഞ്ഞേ. അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ദൂരെയാണ്. GoProയ്ക്ക് സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. ആളവിടെ മിണ്ടാതെ കിടപ്പുണ്ട്. ബൈസനെ നിനക്ക് കിട്ടണം. അതേടാ ടൈഗറിനെ കാണുന്നത്. ഒരു ടൈഗറിന് ഒരു ടെറിട്ടറി ഉണ്ട്. അവിടെ ആ ടെറിട്ടറിയിലോട്ട് വേറൊരു ടൈഗർ വരില്ല. ഏതൊരു സിനിമയ്ക്കകത്ത് കണ്ടു, പുലിമുരുകനകത്ത് കണ്ടു. ഇതിനൊരു അതിർത്തി. ടോട്ടൽ ഇപ്പോൾ 58 അല്ലേ? ആനയുടെ കണക്ക് എത്ര ഉണ്ടാവും ചേട്ടാ? 300 പக்கம் 300+. വേറെ എന്തൊക്കെ റെയർ ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് ചേട്ടാ ഇവിടെ? ടൈഗർ, ലെപ്പേഡ്, ബെയർ, ആന, കരടി, എല്ലാ അനിമൽസും. നമ്മൾ ഓൺ ദ വേ ഒരു വാട്ടർഫോൾസ് കാണാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകാം.
വാവ്, കിടിലനല്ലേടാ, പൊളി സാധനം. ഒരുമാതിരി പടം വരച്ച പോലെ ഉണ്ടല്ലേ, കറക്റ്റായിട്ട്. നൈസ്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ബസ് വന്നിരുന്നത് മിസ്സായാലേ.